അപ്പൊ ഞങ്ങൾക്ക് ഒരു കയറി കിടക്കാണെങ്കിലും കിട്ടണ്ടേ? നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ട് ഇവർ ജയിച്ചു വരണതോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഇവർ ചെയ്യണം. വ്യക്തികള മാറ്റം വരും, പിന്നെ ഭരണമാറ്റവും വരും. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയാണ് ആളാണ്. പാർട്ടി പ്രവർത്തനം ഞാനും നല്ല പ്രവർത്തനം പറഞ്ഞു. എന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം BJPയിലൊക്കെ മറ്റ് പാർട്ടികളെ പോലെ അതും സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ കോൺഗ്രസ് പാർട്ടിയെ പോലെ ആയി വരികയാണ് അവർ. അപ്പം അങ്ങനെയുള്ള സമയത്ത് തമ്മിൽ ഗ്രൂപ്പും അതും ഇതൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ടാകുന്നത് വളർച്ച മുരടിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്താണ് ഇദ്ദേഹത്തിന് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇടതിൻ്റെ വോട്ടെന്നൊന്നും പറയാനൊക്കെ വർഷങ്ങളായിട്ട് നല്ല വ്യത്യാസം വരും, ആറും വ്യത്യാസം വരും. UDF കുറച്ച് കൂടുതൽ പ്രാബല്യമുള്ള സ്ഥലമാണ്. അല്ല, സാധാരണ LDFന് അറിയാമല്ലോ, BJPയുടെ വോട്ടുകളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. ഒരു പ്രാവശ്യമേ ഉള്ളൂ, 2016 നമ്മുടെ രാജേട്ടൻ. അതിനുശേഷം ഇതുവരെ ആളുകളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ കുറച്ചും കൂടെ മനസ്സിലായി വരുമ്പോൾ തന്നെ നിയമമണ്ഡലം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇടതുപക്ഷത്തിന് എപ്പോഴും ഒരു വിജയം കൊടുക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോ ഇദ്ദേഹം വന്നതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും. കാരണം ഓൾറെഡി നിയമം രജിസ്ട്രേഷൻ തന്നെ 2000 ഇതേ. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നിയമമുണ്ടായാലും BJP കുറച്ച് ചോദ്യമുള്ള ഏരിയ ആണെന്ന് എനിക്ക് പറയാൻ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയാണ് ആളാണ്. പാർട്ടി പ്രവർത്തനം ഞാനും നല്ല പ്രവർത്തനം പറഞ്ഞു. ഇങ്ങനെ നല്ലൊരു ആളാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇലക്ഷൻ നിന്നു ചെറിയ തോതിലാണ് അവർ തോറ്റിട്ടുള്ളത്, വലിയ രീതിയിലൊന്നും അല്ല. എങ്കിലും പിന്നെ അദ്ദേഹം നല്ലൊരു അഭിപ്രായമൊക്കെയുള്ള ആളാണ്. മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്കറിയാൻ കൂടി ജനങ്ങളെ രീതിയിലല്ലേ, ജനങ്ങളുടെ കാര്യമാണല്ലോ. ജനങ്ങൾ എന്താണ് തീരുമാനിക്കുന്നതിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ഒരു മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളത് ഉണ്ട്. നിയമമണ്ഡലം തിരിച്ച് 2016 ശേഷം പിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം പോവാം. അല്ല, മാറ്റങ്ങളിൽ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഭരണമാറ്റമാണോ അല്ല വ്യക്തികളുടെ മാറ്റമാണോ? വ്യക്തികളെ മാറ്റം വരും, പിന്നെ ഭരണമാറ്റവും വരും. ഉറപ്പാണ്. വിശ്വസിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ നമ്മൾ വോട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. അവർ വന്നാൽ നമുക്കൊക്കെ ഈ പാവപ്പെട്ട നമുക്കൊക്കെ ജീവിക്കണമല്ലോ. ഞങ്ങൾ ഒരു വീട് കൂടെ ഇല്ലാത്തതാണ്. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വീടിന് വന്നിട്ട് കൂടെ വാടകയ്ക്ക് ഇരുന്നിട്ട് ഞങ്ങൾ മാറി താമസിച്ചത് പഞ്ചായത്തിലായിപ്പോയെന്ന് പറഞ്ഞാൽ തരാതെ വരെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കോർപ്പറേഷനിലാണ്. ഞാൻ 18 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. നിയമത്ത് തന്നെയാണ് ചെയ്തിട്ട് അവർക്ക് നമുക്ക് വീട് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പൂക്കട നടത്തി ഞങ്ങൾക്ക് എന്ത് ഇതിൽ കിട്ടുള്ളത്. ഞങ്ങൾ അതിനാണ് ഞാനും എൻ്റെ ഭർത്താവും ഒക്കെ ജീവിച്ചു പോണത്. എൻ്റെ മോനുള്ളതാണെങ്കിൽ ഒരു ഓട്ടോ ഓടിയൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ 8-10 രൂപയൊക്കെ വാടക നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് എവിടെ കുറഞ്ഞ രീതിയിൽ കിട്ടുമോ ഞങ്ങൾ അതിൽ പോകും. അപ്പം ഇവരൊക്കെ വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചൊക്കെയാണ് ഞങ്ങളും പോണത്. ഇതുവരെ നടന്നിട്ടില്ല. 2019 എനിക്ക് ഇതുപോലെ വീട്ടിൽ വന്നതാണ്. വന്നപ്പോഴും വാടക വീടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നപ്പോൾ അവരെങ്ങനെയോ അതിനെ എങ്ങും മാറ്റി. ഞാൻ ഈ ഓടി നടന്ന് എല്ലാം ഞാൻ പഞ്ചായത്തിൽ ചെന്നു ഓരോ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ടൊന്ന് കൊടുത്തിട്ട് കൂടെ കിട്ടിയില്ല. പിന്നെ ഞാൻ പോയില്ല. ഇപ്പോഴും എന്നെ വിളിച്ചിരിക്കുകയാണ്, എനിക്ക് വസ്തു വീടിന് ലൈഫ് പദ്ധതിയുടെ അതിലുണ്ടെന്ന്. ഞാൻ ഇതാ ഇപ്പോഴും പോയി എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവിടെ അടുത്തൊരു വീട്ടിൽ താമസിച്ചതിന്റെ വീട് മഴയൊക്കെ വെപ്പം ചോരുന്നതുകൊണ്ട് ഞങ്ങളെടുത്ത് മാറാൻ പറഞ്ഞു. ഞങ്ങളിപ്പം മാറിയത് പഞ്ചായത്തിലായതുകൊണ്ട് ഞങ്ങൾക്കിപ്പം തരൂല, കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. UCB സർട്ടിഫിക്കറ്റ് സോണൽ ഓഫീസിൽ നിന്ന് കിട്ടൂല എന്ന് പറഞ്ഞു. അവർ വെരിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ അവിടെ അല്ല താമസിക്കണതെന്ന് പറഞ്ഞതുകൊണ്ട് കിട്ടൂല. ആ ഒരു വിഷമമുണ്ട്. ഒരു കയറിക്കിടക്കാട ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇവരെടുത്തൊക്കെ ചെന്ന് ഇവരൊക്കെ ജയിച്ചു വന്നാൽ നമുക്ക് തരും എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഇത് തരണില്ല. അല്ല, വോട്ടർ ID കാർഡിൽ എല്ലാ നിയമ ഏരിയയാണ് എനിക്ക്. ഞാൻ 18 വയസ്സ് തൊട്ട് ഞാൻ വോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ നിയമത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇലക്ഷൻ ID കാർഡ് എല്ലാ നിയമത്തിൽ തന്നെ മാറ്റിയിട്ടില്ല. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് കൈതമുക്കിലാണ്. എന്നിട്ട് ഞാൻ അവിടെ വോട്ട് ചെയ്തില്ല. ഞാൻ ചെയ്തതെല്ലാം ഇവിടെ നിയമത്തിൽ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു വിഷമം ഇപ്പം എനിക്കുണ്ട്. ഞാൻ ഇന്നും അതിനു വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അല്ല, MLA കാണാമല്ലോ, ഇവിടുത്തെ MLA കാണാമല്ലോ. നിങ്ങൾ വോട്ട് ചെയ്ത ഒരു വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് ഒരു വോട്ടാണെങ്കിൽ പറയാനിപ്പോഴൊരു ശരി നോക്കാൻ ഞങ്ങൾക്ക് അതിൽ പറ്റൂല ഇതിൽ പറ്റൂല. പിന്നെ നമ്മൾ അങ്ങ് പോകാനും അങ്ങ് മേടിക്കും. ഇതായിരിക്കുന്നത് എൻ്റെ ഭർത്താവ്. ഇത് വാടകയ്ക്കാണോ? ഇരിക്കുന്ന മോളാണെങ്കിൽ
മോളാണ് ഇത് ഇതാക്കണം. അതിൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അതിനൊരു കൊച്ചുണ്ട്, അത് വെച്ചാണ് അത് ജീവിക്കുന്നത്. ഞങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് തന്നെ വാടകയാണ്. ഞങ്ങൾക്ക് വീടിന് ഈ കടക്കും കൂടെ തന്നെ ഒരു മാസം എത്ര രൂപ വാടക കൊടുക്കണമെന്ന് പറയും. അപ്പം അത് ഇത് തരണമെന്നല്ല. അപ്പം ഞങ്ങൾക്ക് ഒരു കയറി കിടക്കാണെങ്കിലും കിട്ടണ്ടേ? നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ട് ഇവർ ജയിച്ച് വരണതോ തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഇവർ ചെയ്യണം.